നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ യാത്രയിൽ നമ്മൾ ഇൻഡോറിലെ മനോഹരമായ കൊട്ടാരങ്ങളും അവയുടെ രാജകീയ ചരിത്രവും അടുത്തറിയാൻ പോവുകയാണ്. അതിമനോഹരമായ വാസ്തുവിദ്യയും പൈതൃകവും സംസ്കാരവും നിറഞ്ഞ ഈ സ്ഥലങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഈ വ്ലോഗ്. ഈ യാത്ര നിങ്ങളെ ആകർഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും PK സീക്രട്ട് ട്രെയിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതേ. അപ്പോൾ സമയം കളയാതെ നമുക്ക് ഇൻഡോറിന്റെ രാജകീയ പൈതൃക ലോകത്തിലേക്ക് ഒരുമിച്ച് യാത്ര തുടങ്ങാം. ഞാൻ ശ്യാം PK, നിങ്ങൾ കാണുന്നത് PK സീക്രട്ട് ട്രെയിൽസ്. വരൂ, യാത്ര ആരംഭിക്കാം. ഇൻഡോറിലെ ലാൽബാഗ് പാലസ്. ചരിത്രം. മധ്യപ്രദേശിലെ ഇൻഡോറിൽ സ്ഥിതി ചെയ്യുന്ന ലാൽബാഗ് പാലസ് ഹോൾക്കർ രാജവംശത്തിന്റെ രാജകൊട്ടാരമാണ്. 1886-ൽ മഹാരാജാവ് തുഗോജിറാവ് ഹോൾക്കർ II കൊട്ടാരത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. തുടർന്ന് ശിവാജിറാവ് ഹോൾക്കറും പിന്നീട് തുഗോജിറാവ് ഹോൾക്കർ IIIയും നിർമ്മാണം വികസിപ്പിച്ച് 1926ഓടെ പൂർത്തിയാക്കി. ഏകദേശം 70-76 ഏക്കർ വിസ്തൃതിയുള്ള ഈ കൊട്ടാരം ഹോൾക്കർ രാജകുടുംബത്തിന്റെ ഔദ്യോഗിക വസതിയായിരുന്നു. ഇന്ന് ഇതൊരു ചരിത്ര സ്മാരകവും മ്യൂസിയവുമായി സംരക്ഷിക്കപ്പെടുന്നു. ലാൽബാഗ് പാലസിന്റെ വാസ്തുവിദ്യയിൽ യൂറോപ്യൻ, ഇറ്റാലിയൻ റെനസാൻസ് റിവൈവൽ, ബറോക്ക്, പലേഡിയൻ, നിയോ ക്ലാസിക്കൽ ശൈലികളുടെ മനോഹരമായ സമന്വയം കാണാം. കൊട്ടാരത്തിന്റെ പ്രധാന കവാടം ലണ്ടനിലെ ബക്കിംഗ്ഹാം പാലസിന്റെ ഗേറ്റിനെ മാതൃകയാക്കി നിർമ്മിച്ചതാണ്. വിശാലമായ തൂണുകൾ, സമമിതിയായ രൂപകൽപ്പന, ഉയർന്ന മേൽക്കൂരകൾ, അലങ്കാര പണികൾ എന്നിവ കൊട്ടാരത്തിന്റെ ഗംഭീരത വർദ്ധിപ്പിക്കുന്നു. കൊട്ടാരത്തെ ചുറ്റിപ്പറ്റിയുള്ള ഉദ്യാനങ്ങൾ ഫ്രഞ്ച്, ഇംഗ്ലീഷ് ഗാർഡൻ ശൈലികളുടെ സ്വാധീനം പ്രകടമാക്കുന്നു. ലാൽബാഗ് പാലസിന്റെ ഉൾഭാഗം ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ രാജകൊട്ടാര ഇന്റീരിയറുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഇറ്റാലിയൻ മാർബിൾ തൂണുകളും നിലപ്പാടുകളും, ബെൽജിയൻ സ്റ്റെയിൻഡ് ഗ്ലാസ് ജനലുകൾ, വമ്പിച്ച ക്രിസ്റ്റൽ ചാൻഡിലിയറുകൾ, പേർഷ്യൻ കാർപ്പറ്റുകൾ, ഗ്രീക്ക് പുരാണ ചിത്രങ്ങളും അലങ്കാര സീലിംഗ് പെയിന്റിങ്ങുകളും, ഫ്രഞ്ച് ബറോക്ക്, റോക്കോക്കോ ശൈലിയിലുള്ള ഫർണിച്ചറുകൾ, രാജകീയ ഡൈനിങ് ഹാൾ, ലൈബ്രറി, ബോൾറൂം എന്നിവയുടെ ആഡംബര രൂപകൽപ്പന, നൃത്തത്തിനായി സ്പ്രിംഗ് ഘടിപ്പിച്ച പ്രത്യേക മരം നില, സ്പ്രിംഗ് വുഡൻ ബോൾറൂം ഫ്ലോർ, ഇവയെല്ലാം ഹോൾക്കർ രാജവംശത്തിന്റെ സമ്പന്നമായ ജീവിതശൈലിയും യൂറോപ്യൻ കലാ വാസ്തു സ്വാധീനവും പ്രതിഫലിപ്പിക്കുന്നു. ലാൽബാഗ് പാലസ് ഇൻഡോറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ചരിത്രപരമായ പ്രാധാന്യത്തിനൊപ്പം അതിന്റെ രാജകീയ വാസ്തുവിദ്യയും മനോഹരമായ ഇന്റീരിയറും കാരണം നിരവധി സിനിമകളുടെ ചിത്രീകരണത്തിനും ഈ കൊട്ടാരം വേദിയായിട്ടുണ്ട്. ഇന്ന് ഇത് ഹോൾക്കർ രാജവംശത്തിന്റെ പൈതൃകവും ഇന്ത്യൻ രാജകീയ വാസ്തുവിദ്യയുടെ മഹത്വവും സംരക്ഷിക്കുന്ന ഒരു പ്രധാന സ്മാരകമായി നിലകൊള്ളുന്നു. ലാൽബാഗ് പാലസിലെ ഈ ഫുഡ് ലിഫ്റ്റ് ആ കാലഘട്ടത്തിലെ രാജകൊട്ടാരങ്ങളിലെ നൂതന സാങ്കേതിക വിദ്യയുടെ മികച്ച ഉദാഹരണമാണ്. മനോഹരമായ ഇന്റീരിയറിനൊപ്പം ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഹോൾക്കർ രാജവംശത്തിന്റെ ആഡംബര ജീവിതശൈലിയും ആധുനികതയോടുള്ള സമീപനവും പ്രതിഫലിപ്പിക്കുന്നു. ലാൽബാഗ് പാലസിന്റെ നിർമ്മാണം 1886-ൽ മഹാരാജാവ് തുഗോജിറാവ് ഹോൾക്കർ II ആരംഭിച്ചു. യൂറോപ്യൻ രാജകൊട്ടാരങ്ങളുടെ മാതൃകയിൽ അത്യാധുനികവും ആഡംബരപൂർണവുമായ ഒരു കൊട്ടാരം നിർമ്മിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. തുഗോജിറാവ് ഹോൾക്കർ IIന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ ശിവാജിറാവ് ഹോൾക്കർ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്ന് തുഗോജിറാവ് ഹോൾക്കർ III കൊട്ടാരം കൂടുതൽ വികസിപ്പിക്കുകയും അലങ്കരിക്കുകയും ചെയ്തു. ഏകദേശം 1926ഓടെ കൊട്ടാരത്തിന്റെ പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. കൊട്ടാരം ഏകദേശം 76 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുകയും 45 മുറികൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു.
ലാൽബാഗ് പാലസ് നിരവധി വർഷങ്ങളോളം ഹോൾക്കർ രാജകുടുംബത്തിന്റെ ഔദ്യോഗിക വസതിയായിരുന്നു. ഇവിടെ രാജകീയ വിരുന്നുകൾ, വിദേശ അതിഥികളുടെ സ്വീകരണം, ഭരണപരമായ യോഗങ്ങൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവ നടന്നിരുന്നു. കൊട്ടാരത്തിന്റെ ആഡംബരവും അതിഥി സൽക്കാരവും ഹോൾക്കർ രാജവംശത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്നതായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷവും ഹോൾക്കർ കുടുംബം കുറച്ചുകാലം ഈ കൊട്ടാരത്തിൽ താമസിച്ചു. 1978 വരെ രാജകുടുംബം ഇവിടെ വസിച്ചിരുന്നതായി രേഖകളുണ്ട്. പിന്നീട് ഈ കൊട്ടാരം ട്രസ്റ്റിന്റെ കീഴിലായിരുന്നുവെങ്കിലും 1987 മധ്യപ്രദേശ് സർക്കാർ ഏറ്റെടുത്ത് ചരിത്ര സ്മാരകമായി സംരക്ഷിക്കുകയും പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കുകയും ചെയ്തു. ഇന്ന് ഇതൊരു മ്യൂസിയമായി പ്രവർത്തിക്കുന്നു. ലാൽബാഗ് പാലസ് ഇൻഡോറിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. യൂറോപ്യൻ ശൈലിയിലുള്ള വാസ്തുവിദ്യ, ആഡംബര ഇന്റീരിയർ, ബക്കിംഗ്ഹാം പാലസിന്റെ മാതൃകയിലുള്ള പ്രവേശന കവാടം, രാജകീയ ഫർണിച്ചറുകൾ, പുരാതന ചിത്രങ്ങൾ, അപൂർവ കലാവസ്തുക്കൾ എന്നിവ സന്ദർശകരെ ആകർഷിക്കുന്നു. ചരിത്രവും കലയും വാസ്തുവിദ്യയും പഠിക്കുന്നവർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പൈതൃക സ്മാരകമാണ്. മധ്യപ്രദേശിലെ ഇൻഡോർ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ രാജ്വാഡ പാലസ് ആണ്. ഏകദേശം 275 വർഷത്തിലേറെ പഴക്കമുള്ള ഈ കൊട്ടാരം ഹോൾക്കർ രാജവംശത്തിന്റെ പ്രൗഢിയുടെയും സമ്പന്നമായ ചരിത്രത്തിന്റെയും പ്രതീകമാണ്. 1747 ഹോൾക്കർ രാജവംശത്തിന്റെ സ്ഥാപകനായ മൽഹാർ റാവോ ഹോൾക്കറാണ് രാജ്വാഡ പാലസിന്റെ നിർമ്മാണം ആരംഭിച്ചത്.
ഹോൾക്കർ ഭരണാധികാരികളുടെ ഔദ്യോഗിക വസതിയായും ഭരണകാര്യങ്ങളുടെ പ്രധാന കേന്ദ്രമായും ഈ കൊട്ടാരം പ്രവർത്തിച്ചിരുന്നു. നിരവധി രാജകീയ ചടങ്ങുകൾക്കും ഭരണയോഗങ്ങൾക്കും സാംസ്കാരിക ആഘോഷങ്ങൾക്കും രാജ്വാഡ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. രാജ്വാഡ പാലസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ മനോഹരമായ വാസ്തുവിദ്യയാണ്. മറാത്ത, മുഗൾ, ഫ്രഞ്ച് ശൈലികളുടെ സമന്വയത്തിലാണ് ഈ 7 നിലകളുള്ള കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. താഴത്തെ നിലകൾ കല്ലുകൊണ്ടും മുകളിലെ നിലകൾ മരക്കൊണ്ടും നിർമ്മിച്ചതാണ്. വലിയ പ്രവേശന കവാടം, മനോഹരമായ മരക്കൊത്തുപണികൾ, ജരോഖ ശൈലിയിലുള്ള ബാൽക്കണികൾ, വിശാലമായ അങ്കണം എന്നിവ സന്ദർശകരെ ഇന്നും വിസ്മയിപ്പിക്കുന്നു. രാജ്വാഡ പാലസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ മനോഹരമായ വാസ്തുവിദ്യയാണ്. മറാത്ത, മുഗൾ, ഫ്രഞ്ച് ശൈലികളുടെ സമന്വയത്തിലാണ് ഈ 7 നിലകളുള്ള കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. താഴത്തെ നിലകൾ കല്ലുകൊണ്ടും മുകളിലെ നിലകൾ മരക്കൊണ്ടും നിർമ്മിച്ചതാണ്. വലിയ പ്രവേശന കവാടം, മനോഹരമായ മരക്കൊത്തുപണികൾ, ജരോഖ ശൈലിയിലുള്ള ബാൽക്കണികൾ, വിശാലമായ അങ്കണം എന്നിവ സന്ദർശകരെ ഇന്നും വിസ്മയിപ്പിക്കുന്നു. കാലത്തിന്റെ പരീക്ഷണങ്ങളിൽ ഈ കൊട്ടാരം പലതവണ തീപിടുത്തത്തിനും ആക്രമണങ്ങൾക്കും ഇരയായെങ്കിലും പിന്നീട് പുനരുദ്ധരിക്കപ്പെട്ടു. ഇന്ന് ഇവിടെ ഹോൾക്കർ രാജവംശവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, പുരാതന കലാവസ്തുക്കൾ, ശില്പങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കുന്ന ഒരു മ്യൂസിയവും പ്രവർത്തിക്കുന്നു. കൊട്ടാരത്തിന് മുന്നിലുള്ള പൂന്തോട്ടവും ലോകമാത അഹല്യാബായി ഹോൾക്കറുടെ പ്രതിമയും ഈ സ്ഥലത്തിന്റെ ഭംഗി കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. ഇൻഡോറിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ രാജ്വാഡ പാലസ് ചരിത്രവും വാസ്തുവിദ്യയും സംസ്കാരവും ഒരുമിച്ച് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിർബന്ധമായും സന്ദർശിക്കേണ്ട സ്ഥലമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇത്തരത്തിലുള്ള കൂടുതൽ യാത്രാ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.